മസാലയുടെ ഈ വേദിയിലേക്ക് ഇനി വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസുമായിട്ട് ഇവിടെ എത്തുന്ന ആൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാം. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണേട്ടാ നമസ്കാരം. ഇദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കാര്യം നേരത്തെ ഡിഫറെന്റ്ലി അദ്ദേഹം ഏബിൾഡ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് കാഴ്ചയില്ല, അതുപോലെ ഒരു കാത് കേൾവിയും ഇല്ല. അപ്പോൾ അത്രയും ഒരു എന്താണ് അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് ഈശ്വരൻ അതിനു കൂടിയുള്ള ടാലന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടാ, എങ്ങനെയാണ് താങ്കളെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞാൻ താമസിക്കുന്നത് ആറ്റുകാലിൻ്റെ അടുത്ത് കൊഞ്ചറുവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഞാൻ പഠിച്ചതും വളർന്നതും കോഴിക്കോടായിരുന്നു. സംഗീത കോളേജിൽ നിന്ന് വീണയിൽ ഗാനഭൂഷണം ചെയ്തു. ഇപ്പം ഞാൻ സംഗീതം, കീബോർഡും ഗിറ്റാറും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ നിന്ന് അദ്ദേഹം ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, നമ്മൾ പൊതുവേ ഒരു വെസ്റ്റേൺ സംഗീത ഉപകരണമായിട്ടാണ് നമ്മൾ ഗിറ്റാറിനെ കണക്കാക്കാറുള്ളത്. പക്ഷെ ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് രൂപം കൊണ്ട് ഗിറ്റാർ ആണെങ്കിലും അത് അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു ഉപകരണത്തിനെ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊരു 3 ഉപകരണത്തിന്റെ സംഗമമാണ്. ഓക്കെ, ഗിറ്റാറായി ചിന്തിക്കുകയാണെങ്കിൽ ഗിറ്റാറായി കാണാം, എന്നാൽ വീണയുടെ നാദം ഇതിലുണ്ട്, വയലിന്റെ പ്രയോഗ രീതിയും ഇതിലുണ്ട്. മൂന്നിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. എന്താണ് ഈ ഉപകരണത്തിന്റെ പേരെന്താണ്? ഞാൻ ഇതിന് വിളിക്കുന്ന പേര് വി ഗിറ്റാർ എന്നാണ്. വി ഗിറ്റാർ ബിക്കോസ് വി സ്റ്റാൻഡ് ഫോർ വീണാറ്റിക്. ഓക്കെ, വീണാറ്റിക്. കർണാറ്റിക് എന്ന് പറയുന്നുണ്ട്, പക്ഷെ കർണാറ്റിക് ഈസ് എ വീണ, ഒരു വീണ ബേസ്ഡ് ആണ്. വീണ ബേസ്ഡ് ഇതാണ്. ബിക്കോസ് സരസ്വതി ദേവിയുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അത് ആ ഒരു ഉപകരണത്തിന് ഞാനൊരു കർണാറ്റിക് എന്നുള്ളതും വീണ എന്നുള്ളതും കൂടെ മിക്സ് ചെയ്ത് വീണാറ്റിക് ഗിറ്റാറിനാണ് ഞാൻ ഇതിനെ കാണുന്നത്. വീണാറ്റിക് ഗിറ്റാർ എന്നാണ് താങ്കൾ ഇതിന് കൊടുത്തിരിക്കുന്ന പേര്. ഓക്കെ, 24 സ്വരസ്ഥാനങ്ങളെ നമുക്ക് ഇതിൽ അത്യപൂർവം അനായാസം പ്രകടിപ്പിക്കാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും അതിൽ പ്രകടിപ്പിക്കാൻ പറ്റും. നമുക്കിനി ആ പെർഫോമൻസിലേക്ക് പോവാം. നമുക്ക് എന്താണ് ഈ വീണാറ്റിക് ഗിറ്റാർ നമുക്ക് നമ്മുടെ കാതുകൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് ആസ്വദിക്കാം അല്ലേ? അതെ, ഒരു പുരന്ദരദാസർ കൃതിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ മലയാളം പരിഭാഷ ഉണ്ട്. മലയാളം പരിഭാഷയല്ല, മലയാളത്തിൽ ഒരു സിനിമയിൽ ആ പാട്ടായിട്ട് വന്നിട്ടുണ്ട്. കളിയാട്ടം എന്ന സിനിമയിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വണ്ണാട്ടിപ്പുഴയുടെ തീരത്തുണ്ടെന്ന പാട്ട്. അതിൻ്റെ ഒറിജിനൽ കൃതി ഭാഗ്യേട ലക്ഷ്മി ബാരമ്മ എന്നൊരു പാട്ടാണ്. അതൊരു തെലുങ്ക് ഭജനയാണ്. അതൊന്ന് കേട്ടു നോക്കാം. ഉണ്ണികൃഷ്ണൻ ചേട്ടാ, ബ്രില്യന്റ് പെർഫോമൻസ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ഗിറ്റാറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് അല്ല കേട്ടത്. മാത്രമല്ല അത് വളരെ അനായാസമായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ നിങ്ങൾ? ഇനി നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്.